ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് റൂമിലേക്ക് നല്ല കൂളിംഗ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന ഒരുപാട് അവകാശവാദങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും. അത് ജെന്യൂൻ ആണെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ വർക്ക് കഴിഞ്ഞപ്പോൾ വന്നവരൊക്കെ നല്ല അഭിപ്രായമാണ്. കാണുന്ന ആൾക്കാരൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായപ്പോ ഇത് ക്ലീനിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീട്ടിലാണ് നമ്മളുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതകളുള്ള വീടാണ്. കാരണം ടെൻസൈൽ റൂഫിങ്ങിൽ ഇവിടെ 3 പ്രൊജക്റ്റുകളാണ്, 3 പർപ്പസുകൾക്ക് അനുയോജ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് താമരശ്ശേരിയുള്ള സുബീർ സാറിന്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ ഒരു വർക്കായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാർ പോർച്ച് എക്സ്റ്റൻഷൻ ആണ്. വളരെ ഭംഗിയായിട്ട് 2 വണ്ടി നിർത്താൻ സൗകര്യത്തിന് ആൾറെഡി ഉണ്ടായിരുന്ന ഒരു കാർ പോർച്ചും അതിന്റെ ഒരു ചെറിയ ഏരിയയും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ആർച്ച് മോഡലിൽ ഒരു കാർ പോർച്ച് എക്സ്റ്റൻഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 6 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും വെച്ചിട്ടുള്ള ഒരു മോഡൽ. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലേക്ക് വെയിലും മഴയും ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രൂപത്തിൽ ചെറിയ രീതിയിൽ ഒരു സൺഷെയ്ഡ് എക്സ്റ്റൻഷൻ ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഇത് രണ്ടും കൂടാതെ മൂന്നാമത്തെ ഒരു പർപ്പസ് ആയിക്കൊണ്ട് ഗേറ്റിൽ, അതായത് എൻട്രൻസിൽ, വീട്ടിലേക്ക് കയറുന്ന എൻട്രൻസിൽ ഒരു പടിപ്പുര മോഡലിൽ ഒരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഹാങ് ചെയ്തിട്ടുള്ള ഒരു പടിപ്പുര മോഡലിലുള്ള ഒരു വർക്ക് കൂടി നമ്മൾ ഇതിൽ ടെൻസൈൽ റൂഫിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കസ്റ്റമറുമായിട്ട് സംസാരിച്ചു. കസ്റ്റമർ ഈ 3 വർക്കിലും 100% സാറ്റിസ്ഫൈ ആണ്, സംതൃപ്തനാണ് എന്നുള്ളതാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയുടെ കൂടെ ഉണ്ട്. താമരശ്ശേരിയുള്ള സുബീർ സാറിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ 3 പ്രൊജക്റ്റുകൾ 3 പർപ്പസിന് വേണ്ടിയിട്ട് ടെൻസൈൽ റൂഫിംഗ് ചെയ്തിട്ടുണ്ട് സാറ്. അപ്പോൾ സാറിന്റെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാറിനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, നമസ്കാരം സാർ. എങ്ങനെയാണ് ശരിക്കും പിന്നെ സ്റ്റാറ്റസ് റൂഫിങ്ങിനെ കണ്ടെത്തിയത്? എങ്ങനെയാണ് ഇത് കണ്ടെത്തി? ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് അങ്ങനെ കണ്ടാണ്. അപ്പൊ അങ്ങനെ ഓരോരോ വർക്കുകൾ കണ്ടപ്പോൾ വർക്കിന്റെ സാറ്റിസ്ഫാക്ഷനും അങ്ങനെ നമ്മളിത് കണ്ടെത്തുന്നത്. ഗ്ലാസ് ഇടാനുള്ള തീരുമാനം ഉണ്ടായിരുന്നത്. ഗ്ലാസ് ഇട്ടാൽ അതിന്റെ പുറത്തുനിന്ന് അതിന്റെ പൊടികൾ നിറഞ്ഞിങ്ങനെ കാണുന്നു. ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിലൂടെ ആലോചിച്ചിട്ടാണ് ക്ലിയർ. നമ്മളെ തന്നെ ഉണ്ട് ഗ്ലാസിന്റെ പൊസിഷൻ ഉണ്ട്. ബുദ്ധിമുട്ട് മനസ്സിലായപ്പോ ഇത് ക്ലീനിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നത്. എത്രയായി ചെയ്തിട്ട്? ഇപ്പോ 4 മാസം. ഇതുവരെ എന്തെങ്കിലും കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും വന്നവരൊക്കെ നല്ല അഭിപ്രായമാണ്. കാണുന്ന ആൾക്കാരൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. ഞാൻ പിന്നെ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇതിലേക്ക് എത്തിയത്. അതിൽ നമ്മൾ പറയുന്ന ഒരുപാട് അവകാശവാദങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും. അത് ജെന്യൂൻ ആണെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ വർക്ക് കഴിഞ്ഞപ്പോഴും വർക്കൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ്. അതിൽ വെറുതെ ബടായി പൊട്ടിക്കല്ല എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ലേബേഴ്സിന്റെ? നല്ല ബിഹേവിയർ, അവര് അവരുടേതായിട്ടുള്ള വർക്കുകൾ എടുക്കാൻ പോവുക. ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ നല്ല വെയിലൊക്കെ വരുന്ന സമയത്ത് ഒരു കൂളിംഗ് ഉണ്ട്. ആത്തൊക്കെ വരെ അതിന്റെ നമ്മൾ ഈ കല്ലായതുകൊണ്ട് ആത്തൊക്കെ ഒരു ചൂട് ഇങ്ങനെ വരും. ചൂട് വരുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് റൂമിലേക്ക് നല്ല കൂളിംഗ് ഉണ്ട്. വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ കാര്യമായിട്ട് വീഡിയോസിൽ നമ്മളത് എടുത്ത് പറയുന്ന കാര്യമാണ് ഈ കൂളിംഗിന്റെ കാര്യം. അപ്പൊ അത് ജെന്യൂൻ ആണോ എന്നുള്ളത് നിങ്ങളെ പോലത്തെ ആളുകൾ വീടിനുള്ളിൽ ആ കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ അതിന്റെ ഒരു ലുക്കാണ്, നമ്മളെ വീടിന്റെ ലുക്കിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടേ അല്ല, നമ്മൾ വരുമ്പോ കാണാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും. താങ്ക്സ്. ഓക്കെ, ശരി.